പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് മസാല ടോസ്റ്റാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് കടലമാവ് എടുക്കുക. പിന്നെ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഒരു വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണം കൂടെ ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറുത്ത എള്ളും കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം. ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മാവ് റെഡിയാക്കി എടുക്കാൻ. ഇല്ലെങ്കിൽ വെള്ളം അധികം ഒഴിച്ചു കൊടുത്താൽ മാവ് ലൂസായി പോയാൽ പിന്നെ ബ്രെഡിൽ നമുക്ക് തേച്ച് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഒരു പാകത്തെ രീതിയിൽ വേണം നമ്മളിത് മാവ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഒരു പരുവത്തിലാക്കിയെടുത്തു. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ഇതിൻ്റെ ഈ മാവിൻ്റെ പരുവത്തിനനുസരിച്ചിട്ട് വേണം ഈ തൈരും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മാവ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാല ആക്കിയ ഭാഗം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചട്ടിയിൽ വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഈ മസാല ആക്കി കൊടുക്കാൻ. ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ബാക്കി മാവ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും അതിൻ്റെ മുകളിൽ ആക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഓരോ ബ്രെഡിൻ്റെ മുകളിലും ഈ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചൂടായ ഈ ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എല്ലാതും ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഇത് എല്ലാം അത് ഞാൻ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സ്നാക്സാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.